നെറ്റ്വർക്ക് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അറേബ്യൻ ജ്വല്ലേഴ്സ് പയ്യന്നൂർ ആൻഡ്രകരിപ്പൂർ, കല്ലറക്കൽസ് ഗോൾഡ് പാർക്ക് പയ്യന്നൂർ, സ്കൈ ഗോൾഡ് പത്തരമാറ്റിന്റെ ആത്മബന്ധം, സുനിത ഫർണിച്ചർ, സുനിത ടവർ, താവക്കര, കണ്ണൂർ. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പയ്യന്നൂരിലെ ജനങ്ങളോട് സർക്കാരിന് എന്താണിത്ര വിരോധം എന്ന മുദ്രാവാക്യമുയർത്തി പയ്യന്നൂരിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കെ രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കുന്ന CPM നയങ്ങൾക്കെതിരെ സംഘപരിവാർ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനധികൃത പാർക്കിംഗ് കാരണം ബസ് സർവീസ് മുടങ്ങുന്നത് പതിവാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. കരിവള്ളൂർ പുത്തൂർ വട്ടപ്പോലിൽ ഗെയിൽ പദ്ധതി മൂലം സ്ഥലം നഷ്ടപ്പെടുന്നവരുടെയും റവന്യൂ ഗെയിൽ അധികൃതരുടെയും യോഗം പുത്തൂർ പുന്നക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂരിലെ ജനങ്ങളോട് സർക്കാരിന് എന്താണിത്ര വിരോധം എന്ന മുദ്രാവാക്യം ഉയർത്തി പയ്യന്നൂരിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും നടത്തി. PWD നിയന്ത്രണത്തിലുള്ള പയ്യന്നൂർ മണ്ഡലത്തിലെ റോഡുകൾ തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പയ്യന്നൂരിലെ ജനങ്ങളെ സർക്കാർ ശത്രുക്കളെ പോലെ കാണുന്ന നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിലെ സർക്കാർ ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തിയത്. പയ്യന്നൂർ പെരുമ്പിയിലെ PWD ഓഫീസിലേക്കുള്ള മാർച്ച് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. സാമാന്യ ബുദ്ധിയും വിവേകമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, കേരള ഗവൺമെൻറ് നിയന്ത്രിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയാണ് കുടിവെള്ള പദ്ധതിയുടെ നടത്തിപ്പിൻ്റെ സംവിധാനമെന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് മുനിസിപ്പാലിറ്റി അല്ല, 3 മന്ത്രിമാർ ഉൾക്കൊള്ളുന്ന ഗവൺമെൻറ് സെക്രട്ടറിമാർ ഉൾക്കൊള്ളുന്ന ഒരു എംപവേർഡ് കമ്മിറ്റിയാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി വരുന്നത്. പയ്യന്നൂർ സബ് രജിസ്ട്രാർ ഓഫീസ് ഉപരോധം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം V നാരായണൻ ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാന നഗരം കൂടിയായ ഈ പയ്യന്നൂർ നഗരം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് തലസ്ഥാന നഗരമായ പയ്യന്നൂർ മാത്രമല്ല, യാത്രാദുരിതത്തിൻ്റെ കെടുതി പേറുന്ന കേരളത്തിലെ ഭരണരാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ പക്ഷപാതത്തിൻ്റെ വൃത്തികെട്ട മുഖമായി നിലകൊള്ളുന്നത് എന്നിവിടെ സൂചിപ്പിച്ചു. നമ്മുടെ മണ്ഡലത്തിൻ്റെ സുഷുമ്ന നാടി പോലെ നീണ്ടു കിടക്കുന്ന റോഡാണ് നേവൽ അക്കാദമി മുതൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, പയ്യന്നൂർ ടൗണ്. പയ്യന്നൂരിലെ PWD ഓഫീസിലേക്കുള്ള മാർച്ച് CPIM പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TA മധുസൂദനനും, പെരുമ്പിയിലെ PWD പാലം വിഭാഗം ഓഫീസിലേക്കുള്ള മാർച്ച് പയ്യന്നൂർ നഗരസഭാധ്യക്ഷ KV ലളിതയും ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സബ് ട്രഷറിയിലേക്കുള്ള മാർച്ച് DYFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് P സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ബിജു കണ്ടക്കൈ പയ്യന്നൂർ വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. K രാഘവൻ അധ്യക്ഷനായി. DYFI നേതാക്കളായ AV രഞ്ജിത്ത്, സരിൻ ശശി, VK നിഷ, VE രാഗേഷ്, PV ദിലീപ്, G ലിജിത്ത്, PP അനുജ്, M പ്രസാദ്, TV ഷിജിത്ത്, AP രതീഷ്, PP അനിഷ എന്നിവർ വിവിധ കേന്ദ്രങ്ങളിൽ മാർച്ചിന് നേതൃത്വം നൽകി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കെ രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു.
വിദ്യാർത്ഥികൾ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി തീരണമെന്നും പൊതുസമൂഹം വെർച്വൽ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന ഇക്കാലത്ത് രാധാകൃഷ്ണൻ കമ്മീഷനിൽ നിർദ്ദേശിച്ചതുപോലെ വിദ്യാർത്ഥികൾ ക്ലാസ് മുറിക്കുള്ളിൽ മാത്രം പഠിച്ചാൽ പോരാ, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരായി തീരണമെന്നും ഇതിനായി പ്രവർത്തിക്കുവാൻ NSSന്റെ പ്രവർത്തനങ്ങൾ വളരെ വലുതാണെന്നും KK രാഗേഷ് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസം ഉൾപ്പെടെ ക്ലാസ് മുറിയുടെ 4 ചുമരുകൾക്ക് അകത്ത് മാത്രമല്ല പഠനമുള്ളത്. ഈ 4 ചുമരുകൾക്ക് പുറത്തും വിശാലമായ ഒരു ലോകമുണ്ട് എന്നും ആ വിശാലമായ ലോകത്തിൽ നമുക്ക് പലതും പഠിക്കാനുമുണ്ട് എന്നുമുള്ള ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തായ വിദ്യാർത്ഥി. അതുകൊണ്ടാണ് പണ്ട് വിജയമാഷ് പറഞ്ഞത്, ക്ലാസ് മുറിയിൽ ഇരിക്കുന്ന വിദ്യാർത്ഥികൾ എനിക്ക് ഇഷ്ടം പുറത്താക്കപ്പെട്ട വിദ്യാർത്ഥിയാണ്. അവൻ ക്ലാസ് മുറിയുടെ 4 ചുമരിനുള്ളിലല്ല, അവൻ വിശാലമായ ലോകത്തിലാണ്. അതുകൊണ്ട് അവനെ ആ വിദ്യാർത്ഥിയാണ് എനിക്ക് ഇഷ്ടം എന്ന് അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. ചെയർപേഴ്സൺ KV ലളിത ചടങ്ങിൽ മുഖ്യാതിഥിയായി. PTA പ്രസിഡന്റ് K ശിവകുമാർ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ A ഗംഗാധരൻ സ്വാഗതം ആശംസിച്ചു. NSS യൂണിറ്റിനുള്ള ടൂൾ കിറ്റിന്റെ വിതരണം പയ്യന്നൂർ സഹകരണ ആശുപത്രി പ്രസിഡന്റ് അഡ്വക്കേറ്റ് TV അജയ്കുമാർ നിർവഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M വാസന്തി, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, NSS ജില്ലാ പ്രോഗ്രാം കോഓർഡിനേറ്റർ തോമസ് PV, ഹെഡ്മാസ്റ്റർ K രവി, സ്റ്റാഫ് സെക്രട്ടറി K വിജയകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ പ്രജിഷ N തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കുന്ന CPM നയങ്ങൾക്കെതിരെ സംഘപരിവാർ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച രാവിലെ പെരുന്തട്ടിൽ നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി പാടിയോട്ടുചാലിൽ സമാപിച്ചു. ശ്രീനാരായണ ഗുരുദേവനെ ആക്ഷേപിച്ചു എന്നതും ഹൈന്ദവ ദൈവങ്ങളെ CPM അവഹേളിക്കുന്നു എന്നും ആരോപിച്ചാണ് പ്രചരണ ജാഥ നടത്തിയത്. വയക്കരയിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ K ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. രൂപേഷ് തൈവളപ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. എന്നതിന്റെ ഫലമായിട്ടാണ് വികലമായ ഭൂപരിഷ്കരണ നിയമ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നടപ്പിലാക്കിയതിന്റെ പേരില് ഇവിടെ ദരിദ്ര നാരായണന്മാരായിട്ട് മാറിയത് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹമായിരുന്നു. ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ കീഴിലുണ്ടായിരുന്ന പാടങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കപ്പെട്ടു. ഇവിടുത്തെ ഹിന്ദു കുടുംബത്തിന്റെ പേരിലുണ്ടായിരുന്ന നെൽവയലുകളെല്ലാം പിടിച്ചെടുക്കപ്പെട്ടു. ഇവിടുത്തെ മതന്യൂനപക്ഷ മേലാളന്മാരുടെ കൈകളിലുണ്ടായിരുന്ന ഇവിടുത്തെ കാപ്പിത്തോട്ടങ്ങളും ഇവിടുത്തെ ഏലത്തോട്ടങ്ങളും ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളും ഇവിടുത്തെ റബ്ബർ തോട്ടങ്ങളും അങ്ങനെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തോട്ടം മേഖലകളൊക്കെ തന്നെ ഭൂപരിഷ്കരണ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ആ വിഭാഗത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ചതി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തോട് ചെയ്തു. തുടർന്ന് പാടിയോട്ടുചാലിൽ നടന്ന സമാപന സമ്മേളനത്തിൽ ജാഥ ലീഡർ N രാജൻ, P തമ്പാൻ, രൂപേഷ് തൈവളപ്പിൽ, U കുഞ്ഞിരാമൻ, കൂലേരി മോഹനൻ, MK മുരളി എന്നിവർ പ്രസംഗിച്ചു. രാമന്തളി പഞ്ചായത്തിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗം കുട്ടികൾക്കായുള്ള സൈക്കിൾ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ നിർവഹിച്ചു. 10 വർഷക്കാലത്തെ ഭരണസമിതി SC ഫണ്ട് കേവലം 20%, 27% മാത്രം ചെലവഴിച്ചുകൊണ്ട് ആ ഒരു പ്രത്യേക വിഭാഗത്തിന് എത്തിക്കേണ്ട ഫണ്ടുകളെല്ലാം തന്നെ ഓരോ വർഷവും ലാപ്സായി പോകുന്ന ഒരവസ്ഥയായിരുന്നു രാമന്തളി ഗ്രാമപഞ്ചായത്തിനകത്തുണ്ടായിരുന്നത്. പഞ്ചായത്തിന്റെ 2015-16 വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം 20 പേർക്ക് സൈക്കിൾ വിതരണം ചെയ്തത്. പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് T ഗോവിന്ദൻ അധ്യക്ഷനായിരുന്നു. TP ഹരിദാസ്, MV ഗോവിന്ദൻ, TK പ്രീത, MM കുഞ്ഞപ്പൻ മാസ്റ്റർ എന്നിവർ പ്രസംഗിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനധികൃത പാർക്കിംഗ് കാരണം ബസ് സർവീസ് മുടങ്ങുന്നത് പതിവാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. തൃക്കരിപ്പൂർ ടൗണിൽ നിന്നും ബസ് സ്റ്റാൻഡ് പരിസരത്തുകൂടി വടക്കേക്കോവൽ റോഡിന്റെ ആരംഭത്തിൽ സ്വകാര്യ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് പതിവാകുന്നു. തലങ്ങും വിലങ്ങും വാഹനങ്ങൾ നിർത്തിയിട്ട് മണിക്കൂറുകളോളം ഗതാഗത തടസ്സത്തിന് ഇടവരുത്തുകയാണ്. ബസ് സ്റ്റാൻഡിൽ നിന്നും വടക്കേക്കോവൽ വഴിയുള്ള ഏക KSRTC ബസ്സാണ് സ്വകാര്യ വാഹന പാർക്കിംഗ് നിമിത്തം മുടങ്ങുന്നത്. തൃക്കരിപ്പൂരിൽ ട്രാഫിക് പരിഷ്കരണം നടപ്പാക്കിയത് മുതലാണ് ഈ റോഡിൽ സ്വകാര്യ വാഹന പാർക്കിംഗ് വർദ്ധിച്ചത്. കച്ചവട സ്ഥാപനങ്ങളിലേക്ക് ചരക്കുമായി വരുന്ന വാഹനങ്ങളുടെയും മറ്റു വാഹനങ്ങളുടെയും നീണ്ട നിര കാരണം ബസ് ഇതുവഴി സർവീസ് നടത്താതെ തങ്കയം മുക്ക് വഴി തിരിച്ചുവിടുകയാണ്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് കാര്യാലയത്തിന് തൊട്ടു മുന്നിലായിട്ടും സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് നിയന്ത്രിക്കാൻ അധികൃതർക്ക് കഴിയുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
കാലഹരണപ്പെട്ട കമ്മ്യൂണിസത്തിൽ നിന്ന് കാലാതിവർത്തിയായ ഗുരുദർശനത്തിലേക്ക് എന്ന മുദ്രാവാക്യവുമായി ഹിന്ദു ഐക്യവേദി പയ്യന്നൂർ മുനിസിപ്പൽ തല പദയാത്ര നടത്തുന്നു. CK രാമചന്ദ്രൻ നയിക്കുന്ന പദയാത്ര സെപ്റ്റംബർ 27 ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ തല പദയാത്ര കവായി ബാങ്ക് പരിസരത്ത് 27 രാവിലെ 9 മണിക്ക് RSS ജില്ലാ കാര്യവാഹക് P. രാജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും. CK രാമചന്ദ്രൻ ജാഥ നയിക്കും. കൊറ്റി, പുഞ്ചക്കാട്, കണ്ടങ്കാളി, തെരു, അമ്പലം, പുതിയ ബസ് സ്റ്റാൻഡ്, കണ്ടോത്ത്, LIC ജംഗ്ഷൻ എന്നീ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾക്കു ശേഷം അന്നൂർ അമ്പല പരിസരത്ത് സമാപിക്കും. സമാപന സമ്മേളനം RSS കണ്ണൂർ വിഭാഗ സേവാ പ്രമുഖ് A. സജീവൻ ഉദ്ഘാടനം ചെയ്യുമെന്നും ബന്ധപ്പെട്ടവർ മാധ്യമസമ്മേളനത്തിൽ അറിയിച്ചു. P. രാജേഷ് കുമാർ, CK രാമചന്ദ്രൻ, KK രാമദാസ്, VP രാമചന്ദ്രൻ തുടങ്ങിയവർ മാധ്യമസമ്മേളനത്തിൽ പങ്കെടുത്തു. കരിവള്ളൂർ പുത്തൂർ വട്ടപ്പൊയിലിൽ ഗെയിൽ പദ്ധതി മൂലം സ്ഥലം നഷ്ടപ്പെടുന്നവരുടെയും റവന്യൂ ഗെയിൽ അധികൃതരുടെയും യോഗം പുത്തൂർ പുന്നക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. സ്ഥലത്തിന്റെ നഷ്ടം കണക്കാക്കുന്നതിനുള്ള മഹസർ തയ്യാറാക്കാൻ യോഗം തീരുമാനമെടുത്തു. ഭാവിയിൽ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ നാം നേരത്തെ തന്നെ നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇത്തരം വികസന പ്രവർത്തനങ്ങളെ കൈമുതലാക്കി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് കുതിപ്പിന് ആക്കം കൂടും. കരിവള്ളൂർ പുത്തൂർ വട്ടപ്പൊയിലിൽ ഗെയിൽ വാതക പൈപ്പ് ലൈൻ സർവേ നാട്ടുകാർ ഇടപെട്ട് തടസ്സപ്പെടുത്തിയതിനെ തുടർന്നാണ് ചർച്ച നടന്നത്. യോഗത്തിൽ നഷ്ടം കണക്കാക്കുന്നതിനുള്ള മഹസർ തയ്യാറാക്കാൻ തീരുമാനമായി. എന്നാൽ ജില്ലാതലത്തിൽ ഭൂമി സംബന്ധിച്ച് തീരുമാനമെടുക്കുകയും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്താൽ മാത്രമേ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കുകയുള്ളൂ എന്നും യോഗത്തിൽ തീരുമാനമായി. നെൽവയലുകൾക്കും ഭൂമിക്കും ഒരേ വില നൽകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാർഷിക വിളകൾ നഷ്ടപ്പെട്ട സ്ഥലത്ത് വിളകൾ വയ്ക്കുവാൻ സഹായം നൽകണമെന്നും വർഷം തോറും ഒരു നിശ്ചിത തുക റോയൽറ്റി കൊടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുകയുണ്ടായി. ആവശ്യങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാക്കാമെന്ന് അധികൃതർ പറഞ്ഞു. സബ് കളക്ടർ നവജ്യോത് ഗോസെ, അസിസ്റ്റന്റ് കളക്ടർ ചന്ദ്രശേഖരൻ, ADM മുഹമ്മദ് അസ്ലം, തളിപ്പറമ്പ് തഹസീൽദാർ ഗോപാലകൃഷ്ണൻ, ഡെപ്യൂട്ടി കളക്ടർ സുധീർ സാബു, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് EP തമ്പാൻ മാസ്റ്റർ, T. ഗോപാലൻ, E. നാരായണൻ, കോൺഗ്രസ് നേതാവ് ശശി മാസ്റ്റർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ ഗെയിലിന്റെ ഭവിഷ്യത്തുകൾ ജനങ്ങളുമായി പങ്കുവെക്കണമെന്ന് വിക്ടിം ഫോറം ഭാരവാഹികളായ A. ഗോപാലൻ, രാമർകുട്ടി എന്നിവർ ആവശ്യപ്പെട്ടു. മാട്ടൂൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ക്ലിനിക്കൽ ലാബ് പ്രവർത്തനം ആരംഭിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ഓരോ ആളുകൾക്കും പ്രയോജനപ്പെടുത്താൻ പറ്റാവുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണ്. നേരത്തെ ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചിട്ടുണ്ട്, ഡോക്ടർമാരുടെ അഭാവം നമ്മളെ പലപ്പോഴും പ്രയാസത്തിലാക്കിയിട്ടുണ്ട്. ഡോക്ടർമാർ വന്നെങ്കിൽ തന്നെ ഇപ്പോൾ നിലവിൽ നമുക്ക് 2 ഡോക്ടർമാർ. മാട്ടൂൽ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ പാവപ്പെട്ട നിരവധി കുടുംബങ്ങൾക്ക് ആശ്വാസമാകും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ക്ലിനിക്കൽ ലാബ്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തും ദേശീയ ആരോഗ്യ മിഷന്റെയും സഹകരണത്തോടെയാണ് ലാബ് പ്രവർത്തനം ആരംഭിച്ചത്. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് CH ഖൈറുന്നീസ അധ്യക്ഷയായി. ഡോക്ടർ TS സിദ്ധാർത്ഥൻ പദ്ധതി വിശദീകരണം നടത്തി. VV പ്രീത, C. തങ്കമണി, EP ഓമന, PP അബ്ദുൽ ഗഫൂർ, അജിത്ത് മാട്ടൂൽ, ഡോക്ടർ N. സുനിൽ, KK ജോൺ, P. ജാക്സൺ, KV സത്യപാലൻ, ഡോക്ടർ VS അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മത്സ്യസമൃദ്ധി പദ്ധതിയുടെ ഭാഗമായി ചെറുപുഴ പഞ്ചായത്തും ഫിഷറീസ് വകുപ്പും മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. കട്ടിള, രോഹു, മൃഗാൾ എന്നീ ഇനത്തിൽപ്പെട്ട മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് വിതരണം ചെയ്തത്. സ്വന്തമായി കുളങ്ങളോ ടാങ്കുകളോ ഉള്ള അപേക്ഷ നൽകിയ മത്സ്യകൃഷിക്കാർക്കാണ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഓണക്കുന്നിൽ ഗ്രീൻ അസംബ്ലി സംഘടിപ്പിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റി മെമ്പർ C. ഹരി ഉദ്ഘാടനം നിർവഹിച്ചു. ഏതായാലും നമുക്ക് അഹങ്കരിക്കാനുള്ള എല്ലാ വകുപ്പും ഉണ്ട്. ഈ ഭൂമിയിൽ അഹങ്കരിക്കാനും അഭിമാനിക്കാനുള്ള വകുപ്പുണ്ട്. ഈ ഭൂമിയെ കഴിഞ്ഞ ഏതാനും നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് ഇങ്ങനെ ആക്കി തീർക്കാൻ വേണ്ടി മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട്. പരിസ്ഥിതിയെ തകർത്ത് ലാഭം കൊയ്യുന്നവർ ഏറിവരുന്ന പശ്ചാത്തലത്തിലാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഓണക്കുന്ന് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി സംവാദം സംഘടിപ്പിച്ചത്. നിലവിലുള്ള പരിസ്ഥിതി നിയമം കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരുപറ്റ മൂലധന ശക്തികൾ നാടിനെയാകെ തകർക്കും വിധത്തിൽ സംഘടിതമായി പ്രവർത്തിച്ചു വരികയാണെന്നും മുഖ്യപ്രഭാഷണം നടത്തി C. ഹരി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ K. ശ്രീധരൻ അധ്യക്ഷനായി. P. സാബു സംബന്ധിച്ചു. ഏറ്റുകൊടുക്ക AUP സ്കൂൾ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര മണ്ണ് വർഷാചരണവും പ്രദർശനവും സംഘടിപ്പിച്ചു.
ഉദ്ഘാടനവും വിഷയാവതരണവും പരിസ്ഥിതി പ്രവർത്തകനും റിട്ടയർഡ് AE ഓഫീസറുമായ പി കുഞ്ഞിരാമൻ നിർവഹിച്ചു. സർവ്വ ഐശ്വര്യങ്ങൾക്കും നിദാനമാണ് എന്ന് വിളിച്ചോതുന്ന തരത്തിലുള്ള ശാസ്ത്ര പ്രദർശനമാണ് ഏറ്റുകൊടുക്ക AIP സ്കൂൾ സയൻസ് ക്ലബ്ബ് സംഘടിപ്പിച്ചത്. മണ്ണിൽ വിളയുന്ന കാർഷിക വിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, മണ്ണിന്റെ ഊഷ്മളത എങ്ങനെ സംരക്ഷിക്കാമെന്ന ചാർട്ടുകൾ, പോസ്റ്ററുകൾ, മണ്ണിലെ വിവിധ ഉൽപ്പന്നങ്ങൾ, ജൈവവളങ്ങൾ, ജൈവ കീടനാശിനികൾ തുടങ്ങി ഒട്ടേറെ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിന് കൊഴുപ്പേകി. സയൻസ് ക്ലബ്ബ് തയ്യാറാക്കിയ മണ്ണെഴുത്ത് ശാസ്ത്രമാസികയും പ്രതിമാസ കയ്യെഴുത്തു മാസികയും തദവസരത്തിൽ പ്രകാശനം ചെയ്തു. മണ്ണ് അമൂല്യമാണെന്നും അത് മലിനമാക്കരുതെന്ന ബോധം ഓരോ പൗരനിലും വളർന്നു വരേണ്ടതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കുഞ്ഞിരാമൻ അഭിപ്രായപ്പെട്ടു. നല്ല ഒരു വിദ്യാലയമായിട്ട് മാറ്റി തീർത്തതിന് ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയെയും ഈ സ്കൂളിലെ അധ്യാപക അനധ്യാപക ജീവനക്കാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും മനസ്സുകൊണ്ട് അഭിനന്ദിക്കുന്നു. MV സുനിൽകുമാർ ചടങ്ങിൽ അധ്യക്ഷനായി. സയൻസ് ടീച്ചർ K സ്വപ്ന, സീനിയർ ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. P ശശിധരൻ, മാനേജർ T തമ്പാൻ, K സ്വപ്ന ടീച്ചർ, മദർ PTA പ്രസിഡന്റ് MV സുലോചന, P ഗോവിന്ദൻ, വൈഷ്ണവ് K തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാമൂഹിക ബോധമുള്ള പൗരന്മാരായി വളർന്നുവരാൻ NSS പോലുള്ള സംഘടനകൾ വളർന്നു വരേണ്ടത് അത്യാവശ്യമാണെന്ന് ഡോക്ടർ V ലിസി മാത്യു. രാമന്തളി ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ഉപഭോഗ സംസ്കാരം പിടിമുറുക്കിയ വർത്തമാനകാലത്ത് പണമുണ്ടായാൽ എന്തുമായി എന്ന ബോധമാണ് പുതുതലമുറയെ നയിക്കുന്നത്. ഈ പ്രവണത മാറ്റിയെടുത്ത് മണ്ണിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് ഇന്നലെയെ തിരിച്ചുപിടിക്കാൻ NSSന് കഴിയണമെന്നും അവർ പറഞ്ഞു. ഉപ്പ്, ഉള്ളി, മുളക് അങ്ങനെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മാളിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാംസ്കാരിക പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ അത് തെയ്യം കാണല, കഥകളി കാണല, പാട്ട് കേൾക്കലല്ല, മറിച്ച് ഷോപ്പിംഗ് ആണ് ഏറ്റവും വലിയ സാംസ്കാരിക അനുഭവം. നമ്മൾ മാളിൽ ചെന്നിട്ട് ഓരോന്നും എടുത്ത് നോക്കുന്നു, കാണുന്നു, ആവശ്യമുള്ളതും ഇല്ലാത്തതും ഒക്കെ എടുത്ത് നമ്മൾ പാത്രത്തിലിടുന്നു. നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് ആ ഒരു ഷോപ്പിംഗ് 1-2 മണിക്കൂറൊക്കെ നീളുന്ന ഷോപ്പിംഗ് കഴിയുമ്പോഴാണ്. നമ്മുടെ ബാഗ് നിറയുമ്പോഴാണ് നമ്മൾ പിന്നീട് വീട്ടിലെത്തുമ്പോഴാലും പിന്നീട് തിരിച്ചറിയുന്നു നമ്മൾ വാങ്ങിച്ചതൊന്നും നമുക്ക് ആവശ്യമുള്ളതായിരുന്നില്ല. ചടങ്ങിൽ രാമന്തളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ബാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. PTA പ്രസിഡന്റ് ശശിധരൻ കാട്ടൂർ, NV രവി, ദിനേശൻ EV, തോമസ് PV, വിഷ്ണു നമ്പൂതിരി എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും NSS വളണ്ടിയർമാർക്കായി വൃക്ഷത്തൈയും ഉദ്ഘാടക വിതരണം ചെയ്തു. തൃക്കരിപ്പൂർ VPP മെമ്മോറിയൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസം സെപ്റ്റംബർ 23 സമരാത്ര ദിനം ശരത് വിഷുവായി ആഘോഷിച്ചു. സെപ്റ്റംബർ 23 സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് മുകളിൽ വരുന്ന ദിവസം ശരത് വിഷുദിനമാണ്. ഈ ദിവസം ഭൂമിയിൽ എല്ലായിടത്തും രാപ്പകലുകളുടെ ദൈർഘ്യം തുല്യമായിരിക്കും. വിഷു, വിഷുവം എന്നാൽ സമരാത്ര ദിനം എന്നാണ് അർത്ഥം. സമത്വവും സാഹോദര്യവും സമഭാവനയും വിളംബരം ചെയ്യുന്ന ഈ ദിവസത്തിന്റെ സന്ദേശം വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും എത്തിക്കുന്നതിനുകൂടി ഉദ്ദേശിച്ചാണ് പഠന പ്രവർത്തനം സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾ സൗരനിരീക്ഷണം നടത്തിയും ജ്യോതിശാസ്ത്ര വിജ്ഞാനക്കുറിപ്പുകൾ കൈനീട്ടമായി നൽകിയും വിഷു ആഘോഷിച്ചു. സെപ്റ്റംബർ 23 ഉത്തരാർദ്ധഗോളത്തിൽ ശരത്കാലം ആരംഭിക്കുകയാണ്. അതിനാൽ വെൽക്കം ടു ഓട്ടം എന്ന പേരിൽ ശരത്കാല വരവേൽപ്പും നടത്തി. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് MTP കരീം പരിപാടി ഉദ്ഘാടനം ചെയ്തു. വളരെ ശ്രദ്ധേയമായൊരു നിരീക്ഷണ പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മുടെ സ്കൂളും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ, ഏറ്റവും ഈ സമൂഹത്തിനാകമാനം മാതൃകയാവുന്ന വിദ്യാലയമായി മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. ഹെഡ്മാസ്റ്റർ ഗംഗാധരൻ വെള്ളൂർ, അധ്യാപകരായ K സുരേഷ്, TV അബ്ദുൽ ഹമീദ്, മുഹമ്മദ് അഷ്റഫ്, KV പത്മനാഭൻ, KV രാമദാസൻ, AC രാജശ്രീ, CM രവീന്ദ്രൻ നായർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പെരളം AKG വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ വായനശാല ഹാളിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. എതിർദിശ മാസിക എഡിറ്റർ PK സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി.
കേരള ഗ്രന്ഥശാല സംഘം 11ാം വാർഷികത്തോടനുബന്ധിച്ചാണ് വായനശാല ഹാളിൽ കേരളത്തിന്റെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. വർത്തമാനകാല കേരളത്തിലെ മനുഷ്യരുടെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണെന്നും മുമ്പെങ്ങും ഇല്ലാത്ത വിധം രോഗങ്ങൾ മനുഷ്യനെ കീഴടക്കുകയാണെന്നും ഇതിനെതിരെ നാം ജാഗരൂകരായേ പറ്റൂ എന്നും പി.കെ. സുരേഷ് കുമാർ അഭിപ്രായപ്പെട്ടു. നമ്മൾ അക്ഷയ തൃതീയ ദിനത്തിൽ എവിടെ നിന്നെങ്കിലും കടം വാങ്ങിയിട്ടായാലും ഒരു ലേശം പൊന്ന് വീട്ടിലെത്തിച്ചില്ലെങ്കിൽ പിന്നെ വീട് ഐശ്വര്യമുണ്ടാവില്ല എന്ന് നമ്മൾ തന്നെ വിശ്വസിക്കുന്നു. ഇതിനർത്ഥം നമ്മളെ എളുപ്പം പറ്റിക്കാൻ പറ്റുന്നു ആർക്കുന്നുള്ളതാണ്. ഇതിന്റെ ഒരു കണക്ക് കൂടി പറഞ്ഞാല് ഞാൻ ഈ പറയുന്ന വിഷയത്തിന്റെ ഒരു ഗൗരവം നമ്മുടെ ഒരു സ്വയം ബുദ്ധിയില്ലായ്മയെ കുറിച്ച് നമുക്ക് മനസ്സിലാവും. ഈ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യയിലെ സ്വർണ്ണാഭരണ വിൽപ്പനയുടെ ഒരു കണക്ക് ഞാൻ നിങ്ങളോട് പറയാം. ആകെ വിറ്റ സ്വർണത്തിന്റെ 35% വിറ്റത് കേരളത്തിലാണ്. കെ.വി. അച്യുതൻ മാസ്റ്റർ അധ്യക്ഷനായി. വൈക്കത്ത് നാരായണൻ മാസ്റ്റർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ബാലസംഘം കൂലേരി യൂണിറ്റിന്റെ അട്ടക്കുടു നാടകവും അരങ്ങേറി. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം ചേംബർ ഹാളിൽ നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് മാധവി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ യൂണിറ്റ് വാർഷിക സമ്മേളനത്തിൽ പ്രസിഡന്റ് ബിജു കാമ്രത്ത് അധ്യക്ഷനായി. സെക്രട്ടറി ജയറാം പയ്യന്നൂർ സ്വാഗതം ആശംസിച്ചു. തെരുവുനായ്ക്കളുടെ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. പുതിയ ഭാരവാഹികളായി ജയറാം പയ്യന്നൂരിനെയും പ്രമോദ് പി.വിയെയും രാകേഷ് പുത്തൂറിനെയും തിരഞ്ഞെടുത്തു. രാകേഷ് കരേള, ഷിജു കെ.വി, അനിൽകുമാർ എം.ജി, മനോജ് കാർത്തിക, ജനാർദ്ദനൻ ഷാഡോ തുടങ്ങിയവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ മിനി സ്റ്റേഡിയം മണ്ണിട്ട് നികത്തി കമ്പിവേലി കെട്ടി സംരക്ഷിക്കും. 7,80,000 രൂപ ചെലവിലാണ് പ്രവൃത്തി പൂർത്തീകരിക്കുന്നത്. ഗ്രാമീണ മേഖലയിലെ കായികരംഗം പരിപോഷിപ്പിക്കാനുള്ള പൈക്ക ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണം നടത്തുന്നത്. പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മിനി സ്റ്റേഡിയം നവീകരണം കമ്മിറ്റിയാണ് പ്രവൃത്തി ഏറ്റെടുത്ത് നടത്തുന്നത്. പദ്ധതി പ്രവൃത്തി ഉദ്ഘാടനം സെപ്റ്റംബർ 26 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ.ജി.സി. ബഷീർ നിർവഹിക്കുമെന്ന് സ്കൂൾ പി.ടി.എ. പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം.ഡി.പി. ഖരീം നെറ്റ്വർക്ക് ന്യൂസിനോട് പറഞ്ഞു. പൈക്ക പദ്ധതിയിലൂടെ 7,80,000 രൂപ പഞ്ചായത്ത് മുഖേന അനുവദിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രവൃത്തി ഇപ്പോൾ ആരംഭിക്കുകയാണ്. ഈ പ്രവൃത്തിയിൽ ഈ ഗ്രൗണ്ടിൻ്റെ ചുറ്റുപാടും വേലി കെട്ടുകയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രതലം മണ്ണിട്ട് ഉയർത്തി ഏറ്റവും നല്ല രീതിയിലുള്ള കായിക താരങ്ങൾക്കും അതോടൊപ്പം തന്നെ ഈ മേഖലയെ താല്പര്യമുള്ള എല്ലാവർക്കും കളിച്ചു വളരാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്തർദേശീയ ഫുട്ബോൾ താരങ്ങളായ മുഹമ്മദ് റാഫി, സുരേഷ് കുമാർ തുടങ്ങിയ നിരവധി ഫുട്ബോൾ താരങ്ങളുടെ കളിത്തട്ടായിരുന്ന തൃക്കരിപ്പൂർ മിനി സ്റ്റേഡിയം സൗകര്യപ്പെടുത്തുന്നതോടെ സ്പോർട്സ് രംഗത്ത് വലിയ സാധ്യതകൾക്ക് വഴിതെളിയും. പൂർവ്വ വിദ്യാർത്ഥി സ്മരണയിൽ കടന്നപ്പള്ളി യു പി സ്കൂളിൽ ഓർമ്മമരം ഒരുങ്ങി. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി NB വിനോദിന്റെ സ്മരണക്കായി തയ്യാറാക്കിയ ഓർമ്മമരം P.P. ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ബാലസംഘത്തിലൂടെ വളർന്ന പുരോഗമന പ്രസ്ഥാനത്തിന്റെ നേതാവും തുടർന്ന് കടന്നപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവുമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന വിനോദൻ 2008 നരീക്കാംവെളിയിലുണ്ടായ വാഹനാപകടത്തിലാണ് മരണപ്പെടുന്നത്. വിനോദന്റെ സ്മരണാർത്ഥം ബാലസംഘം സുഹൃത്തുക്കളുടെ നേതൃത്വത്തിലാണ് ഓർമ്മമരം നിർമ്മിച്ചു നൽകിയത്. UP സ്കൂളിന് മുന്നിലെ തണൽമരത്തിന് തറകെട്ടി കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിൽ ഭംഗിയായാണ് ഓർമ്മമരം ഒരുക്കിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനവും വിനോദന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എൻഡോമെന്റ് വിതരണവും P.P. ദാമോദരൻ നിർവഹിച്ചു. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. കുട്ടികൾക്ക് വളരെ വേഗം പിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ആ യുവ പോരാളിയുടെ സ്മരണ ഇവിടെ കത്തിജ്വലിച്ചു നിൽക്കുകയാണ്. ടി മനോഹരൻ അധ്യക്ഷനായി. കെ നാരായണൻ, പ്രധാന അധ്യാപിക രാധ ടീച്ചർ, ഗോവിന്ദൻ നമ്പ്യാർ, CE രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. പുതിയങ്ങാടി ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ കായിക്കാരൻ സയ്യിദ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ ഇക്കോ ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ്, NSS എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. രക്തദാനം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. 350ഓളം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ വെച്ച് രക്തഗ്രൂപ്പ് നിർണയം നടത്തി. P.K. അബ്ദു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. P. ബഷീർ, അജിത് KK, ദിവ്യ, M. ബഷീർ, E. നവാസ്, ധന്യ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.
തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് എലിപ്പനി ബോധവൽക്കരണ ക്ലാസും പ്രതിരോധ ഗുളിക വിതരണവും നടത്തി. ഉടുമ്പന്തല JHI പ്രകാശൻ ചന്ദേര ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മാലതി M അധ്യക്ഷയായി. കൈരളി, അനിത എന്നിവർ സംസാരിച്ചു. 5 പ്രധാനപ്പെട്ട രോഗങ്ങളാണ് ഈ കൊതുക് പരത്തുന്നത്. ഒന്ന് മലമ്പനി, കേട്ടിട്ടുണ്ടോ അങ്ങനെ? മറ്റൊന്ന് ഡെങ്കിപ്പനി, മറ്റൊന്ന് ചിക്കൻ ഗുനിയ, മറ്റൊന്ന് മന്ത് എന്ന് പറയുന്ന അസുഖം, കേട്ടില്ലേ? വലിയ ആനക്കാലി, അതുപോലെ ജപ്പാൻ ജ്വരം എന്ന് പറയുന്ന 5 പ്രധാനപ്പെട്ട രോഗങ്ങളെയാണ് ഈ കൊതുക് പരത്തുന്നത്. കൊതുക് എവിടെയാണ് മുട്ടയിടുന്നത്? എല്ലാവർക്കും അറിയാം. എവിടെ മുട്ടയിടും? വെള്ളത്തിൽ മുട്ടയിട്ട കൊതുക് മുട്ടകൾ ഇങ്ങനെ തോണിയുടെ ആകൃതിയിൽ പൊങ്ങിക്കിടക്കും. 2 ദിവസം കഴിയുമ്പോൾ അത് ചെറിയൊരു ലാർവയാവും, പിന്നീട് ഒരു പ്യൂപ്പയായി, പിന്നെ പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായിട്ട് 7 ദിവസത്തിനുള്ളിൽ അത് പൂർണ്ണ വളർച്ചയെത്തിയ കൊതുകായി നമ്മളെ കടിക്കാൻ വേണ്ടി വരും. നേത്രദാന സമ്മതപത്രം സമർപ്പിച്ച് കുടുംബശ്രീ യൂണിറ്റ് മാതൃകയായി. മാതമംഗലം തായിച്ചേരിയിലെ കുടുംബശ്രീ യൂണിറ്റിലെ 16ഓളം വനിതകളാണ് നേത്രദാന സമ്മതപത്രം സമർപ്പിച്ചത്. എരമംകുറ്റൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെയും ആരോഗ്യ ശുചിത്വ സമിതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കുടുംബശ്രീ അംഗങ്ങൾ സമ്മതപത്രം സമർപ്പിച്ചത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV കൃഷ്ണൻ മാസ്റ്റർ സമ്മതപത്രം ഏറ്റുവാങ്ങി. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ M ബിബീഷിന്റെ നേതൃത്വത്തിലാണ് ബോധവൽക്കരണ പരിപാടി നടക്കുന്നത്. മുഴുവൻ കുടുംബശ്രീ അംഗങ്ങളെയും ഉദ്യമത്തിൽ പങ്കാളികളാക്കുമെന്ന് ചടങ്ങിൽ സംസാരിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ KV ശ്രീനിവാസൻ അഭിപ്രായപ്പെട്ടു. ചടങ്ങിന്റെ ഭാഗമായി എലിപ്പനി പ്രതിരോധ മരുന്ന് വിതരണം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാമണിയും സമഗ്ര ആരോഗ്യ സർവേ ഫോറം വിതരണം പഞ്ചായത്ത് അംഗം ഉഷാകുമാരിയും നിർവഹിച്ചു. തൃക്കരിപ്പൂർ വൾവക്കാട് ശാഖ മുസ്ലിം യൂത്ത് ലീഗ് നിർധനരായ കുടുംബങ്ങൾക്ക് ബലിപെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ ഉദ്ഘാടനം ചെയ്തു. നിർധനരായ 30ഓളം കുടുംബങ്ങൾക്കാണ് പെരുന്നാൾ കിറ്റും വസ്ത്രവും വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. രാജ്യങ്ങളിൽ നിന്നും അജാതികൾ അവർ ഒത്തുകൂടിയിരിക്കുന്നു. സാധാരണ പോലെ ശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ റിലീഫ് പ്രവർത്തനം നടത്താറ്. ആ പെരുന്നാളുമായി ബന്ധപ്പെട്ട പെരുന്നാൾ കിറ്റ് വസ്ത്രങ്ങൾ ഇപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ട്. ശാഖാ പ്രസിഡന്റ് റാഷിദ് T അധ്യക്ഷത വഹിച്ചു. ശാഖാ സെക്രട്ടറി തഷ്രീഫ് സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഫൈസി UP, ഹാഷിം AK, ഷംസുദ്ദീൻ VPM, ഷക്കീർ വൾവക്കാട്, KM കുഞ്ഞി, അബൂബക്കർ പുത്തലത്ത് എന്നിവർ സംസാരിച്ചു. പയ്യന്നൂർ താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് PV മനോജ് കുമാറിന്റെ മാതാവ് പയ്യന്നൂർ കേളോത്തെ PV കല്യാണി നിര്യാതയായി. ഭർത്താവ് പരേതനായ TV ശങ്കരൻ. മോഹനൻ, റീന, പ്രീത എന്നിവരാണ് മറ്റു മക്കൾ. ഇനി കാണാം മാറ്റുലി. കൺസ്യൂമർ ഫെഡിൽ കോടികളുടെ അഴിമതിയെന്ന് കോൺഗ്രസ് നേതാവ് സതീശൻ പാച്ചേനിയുടെ അന്വേഷണ റിപ്പോർട്ട്. പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക്. എല്ലാ മേഖലയിലും അഴിമതി നടത്തിക്കൊണ്ടാണ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൺസ്യൂമർ ഫെഡിൽ അഴിമതി എന്ന് പറയുമ്പോൾ അത് ഏറ്റവും അടിത്തട്ടിലെ സാധാരണ ജനങ്ങൾക്കാണ് അത് ബാധിക്കുന്നത്. പക്ഷേ ഇതിങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്നാൽ ഈ അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങൾ മുന്നോട്ട് വരുന്നതിനുള്ള ഒരു പ്രതിഷേധം എനിക്കുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും എന്ത് പ്രക്ഷോഭം നടത്തുകയാലും ഭൂരിഭാഗം ജനങ്ങൾ നടത്തും, മറ്റുവരെ അതിൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിക്കും. ഇത്തരം പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ ജനങ്ങളാകെ അണിനിരക്കേണ്ട ജനങ്ങൾ അണിനിരക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് അതിലേക്ക് കൺസ്യൂമർ ഫെഡിൽ നടത്തുന്ന അതിൻ്റെ ഭരണാധികാരികൾ മുച്ചൂടും നമ്മുടെ ജനങ്ങളെ വിഷമിക്കുന്നത് അഴിമതി നടത്തി ആണ് അതിൻ്റെ ഭരണം നടത്തിക്കൊണ്ട് പോകുന്നത്. എല്ലാ രംഗത്തും ഇപ്പോൾ അഴിമതി ഒരു സാർവത്രികമായി. ഇപ്പോൾ കൺസ്യൂമർ ഫെഡ് പറഞ്ഞാൽ അത് ജനങ്ങളെ ഏറ്റവും ബാധിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതിപ്പോൾ വേലി തന്നെ വളർത്തുന്നില്ല ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത്. കാരണം അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരാണ് ഏറ്റവും വലിയ അത്. ഇപ്പോൾ ഇതൊക്കെ ഒരു സാധാരണ സംഭവമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ കുറേ കാലമായിട്ട്, കുറേ വർഷക്കാലമായിട്ട് എല്ലാ മേഖലയിലും അഴിമതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഏറ്റവും ഭീകരമായ തോതിലാണ്
ഇപ്പോൾ 2-3 ദിവസമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരുന്ന വാർത്തയുണ്ട്. കൺസ്യൂമർ ഫെഡിനകത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ അറിവോടുകൂടി വലിയ തോതിൽ അഴിമതി നടത്തുകയാണ് എന്ന് ഈ കേരളത്തിലെ എല്ലാ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ വലിയ വാർത്തയായിട്ട് നമ്മുടെ മുന്നിലേക്ക് അത് വരികയാണ്. പ്രിയപ്പെട്ടവർ, നമുക്കറിയാം കേരളത്തിലെ കൺസ്യൂമർ ഫെഡിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ സാധാരണക്കാരന് ഉപയോഗത്തിരിക്കുന്ന തരത്തിൽ വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ സാധാരണക്കാരന് നടത്തിയിട്ട് മാതൃകയായിട്ടുള്ള ഈ കൺസ്യൂമർ ഫെഡിൻ്റെ അഴിമതി എന്ന് പറയുന്നത് ഭയാനകമാണ്. ഇത് നിയന്ത്രിക്കേണ്ടവർ കേരളത്തിലെ ഗവൺമെൻറ്റാണ്. എന്നാൽ കേരളത്തിലെ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും അഴിമതിയുടെ കൂത്തരങ്ങായിട്ട് അഴിമതിയെ മുങ്ങിക്കുളിച്ചവരായിട്ട് കേരളത്തിലെ മന്ത്രിമാർ നിൽക്കുമ്പോൾ കിട്ടുന്നോൻ കക്കുക മുക്കുക എന്ന നിലപാടാണ് കേരളത്തിലെ എല്ലാ മന്ത്രിമാരും അതുപോലെ തന്നെ ചില പ്രത്യേക ഉദ്യോഗസ്ഥന്മാരും ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അഴിമതിയെക്കുറിച്ച് ഇപ്പോൾ കേരളത്തിൽ പറയുമ്പോൾ നമുക്കൊരു അതിശോക്തിയായിട്ട് തോന്നുകയാണ്. കാരണം മുഖ്യമന്ത്രിയും മന്ത്രിമാരും അടക്കമില്ലവരെല്ലാവരും അഴിമതിയിൽ മുങ്ങിക്കുറിച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ കൺസ്യൂമർ ഫെഡിലെ അഴിമതി ഒരു നിസ്സാരമായ അഴിമതിയാണെന്ന് പറയാൻ പറ്റും. അതിനെക്കാട്ടിയും വലിയ കോടിക്കണക്കിനുള്ള അഴിമതികൾ ഈ കേരളത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അറിയിപ്പുകൾ. സാംസ്കാരിക രംഗത്തെ ഫാസിസ്റ്റ് കടന്നുകയറ്റത്തെ ചെറുക്കാൻ പൂനെയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ 100 ദിവസമായി നടത്തിവരുന്ന നിരാഹാര സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പയ്യന്നൂർ ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 26 ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിക്കുന്നു. ഓപ്പൺ ഫ്രെയിം ഫിലിം സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലുള്ള സെപ്റ്റംബർ മാസ ചലച്ചിത്ര പ്രദർശനം സെപ്റ്റംബർ 26-27 തീയതികളിൽ പയ്യന്നൂർ എവറസ്റ്റ് ബിൽഡിംഗിലെ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടക്കും. പൊതുജനങ്ങൾക്ക് ചലച്ചിത്രമേളയിലേക്കുള്ള പ്രവേശനം സൗജന്യമാണ്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് ജനസഭ സെപ്റ്റംബർ 24 വ്യാഴാഴ്ച രാവിലെ 10 മണി മുതൽ കാങ്കോൽ കല ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. പയ്യന്നൂരിലെ ജനങ്ങളോട് സർക്കാരിന് എന്താണിത്ര വിരോധം എന്ന മുദ്രാവാക്യമുയർത്തി പയ്യന്നൂരിലെ വിവിധ സർക്കാർ ഓഫീസുകളിലേക്ക് ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ് കെ രാഗേഷ് MP ഉദ്ഘാടനം ചെയ്തു. ഹൈന്ദവ ദൈവങ്ങളെ അവഹേളിക്കുന്ന CPM നയങ്ങൾക്കെതിരെ സംഘപരിവാർ പെരിങ്ങോം വൈക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനധികൃത പാർക്കിംഗ് കാരണം ബസ് സർവീസ് മുടങ്ങുന്നത് പതിവാകുന്നു. അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ നാട്ടുകാർ പ്രതിഷേധത്തിൽ. കരിവള്ളൂർ പുത്തൂർ വട്ടപ്പോലിൽ ഗെയിൽ പദ്ധതി മൂലം സ്ഥലം നഷ്ടപ്പെടുന്നവരുടെയും റവന്യൂ ഗെയിൽ അധികൃതരുടെയും യോഗം പുത്തൂർ പുന്നക്കോടൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നമസ്കാരം.